ഈ പണി ഇരന്ന് വാങ്ങുക എന്ന് പറയത്തില്ലേ, അതേ അവസ്ഥയാണ് കേട്ടോ BB ഹൗസിനകത്തുള്ള കുറച്ച് പേർക്ക്. അതായത് വെറുതെ ഇരുന്ന ജിസിലിനെ ചെന്ന് ഞോണ്ടി പണി ഇരുന്ന് വാങ്ങത്തില്ലേ, ആ ഒരു അവസ്ഥ കേട്ടോ. അതായത് ജിസിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ലെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഷാനവാസിനും അപ്പാനും ശരത്തിനും അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഖാനും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ അഭിയുണ്ട്, അങ്ങനെ ഇവർക്കെല്ലാം ഭയങ്കര പ്രശ്നം, ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വെറുതെ ഇരുന്ന് ഒരാളായിരുന്നു നമ്മുടെ ജിസിൽ ചെന്ന് ഞോണ്ടി ഇപ്പം ജിസിൽ നല്ല ആക്റ്റീവായി. ഇന്നത്തെ ദിവസം മൊത്തം ജിസിൽ പാട്ടൊക്കെ പാടി ഓരോ കണ്ടൻറ്റുകൾ, പലവിധ കണ്ടൻറ്റുകൾ, തമാശ പറയുന്നു, ഇങ്ങോട്ട് വല്ലതും പറയുമ്പോൾ തിരിച്ച് അതേ രീതിയിൽ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനുവായിട്ട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരുവിധ കണ്ടൻറ്റൊക്കെ ഇന്ന് ആൾ കൊടുത്തു കേട്ടോ. കാര്യം വെറുതെ ഇരുന്ന് ആ വഴിക്ക് പൊയ്ക്കൊണ്ടിരുന്നേ, അങ്ങനെ ഇങ്ങ് പോയേനെ. അതായത് ഗെയിം കളിക്കുന്നില്ല എന്ന രീതിയിൽ നെഗറ്റീവായി പോയേനെ. ഒന്നും ഒരു പ്രത്യേക കണ്ടൻറ്റൊന്നുമില്ല, വെറുതെ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞേനെ. പക്ഷേ ചെന്ന് കുത്തി ഇളക്കി ഇപ്പം ഇവർക്ക് തന്നെ പണിയായിരിക്കുകയാണ്. ഇന്ന് ജിസിലായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല ജിസിൽ നല്ല പോയിന്റ് പറയുന്നുണ്ട്. അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. ജിസിലിനോട് വല്ലവരും എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ ജിസിൽ പോയിന്റ് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പം അതായത് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. ആരെന്തൊക്കെ പറയുന്നു, എങ്ങനെയാണ് ഇവരുടെ ഗെയിം എന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജിസിൽ ഇതേപോലെ ഗെയിം കളിക്കുവാണെങ്കിൽ കുറേ നാളും കൂടെ എന്തായാലും നിൽക്കാൻ പറ്റും. മറ്റു പലരെക്കാളും എനിക്ക് തോന്നുന്നു നല്ല കൂടെ ഗെയിം നിൽക്കാൻ പറ്റും.